2 വർഷം മുമ്പ് ചൂരൽമല ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ഈ ആൽമര ചുവട്ടിലായിരുന്നു. ലഘുവായ രീതിയിലുള്ള പ്രതിഷ്ഠയും ചടങ്ങുകളും മാത്രമാണ് ക്ഷേത്രത്തിൽ നടന്നതും. എന്നാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ആ ക്ഷേത്രം വിപുലമാക്കുകയും വളരെ വിപുലമായ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. നിർമ്മിതികൾ പൂർണ്ണമായും തന്ത്ര വിധിപ്രകാരം വാസ്തുശാസ്ത്ര വിധിപ്രകാരം തയ്യാറാക്കി എന്ന് നാട്ടുകാർ പറയുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ശിവന്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നത് ഈ ഭാഗത്താണ്. ഈ അടിത്തറയുടെ മുകളിലായിരുന്നു ശിവന്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നത്. തൊട്ടു പിന്നിലായി മാരിയമ്മന്റെ പ്രതിഷ്ഠ, ഒപ്പം മുരുകൻ, ഗണപതി തുടങ്ങിയ ദേവന്മാർ, ഇവരുടെ എല്ലാം പ്രതിഷ്ഠയുള്ള വളരെ വിശാലമായ ഒരു ക്ഷേത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ക്ഷേത്രത്തിൽ നിന്നും ഏറെ മാറിയായിരുന്നു പുഴ നേരത്തെ ഒഴുകിയിരുന്നത്. അത് നമുക്ക് പഴയ ദൃശ്യങ്ങളിൽ പ്രകടവുമാണ്. ഒരു മതിൽ, അവിടെ നിന്നും കൽക്കെട്ട്, തുടർന്ന് ക്ഷേത്രത്തിന്റെ ഒരു പുൽത്തകിടി പോലുള്ള ഇടം, അതിന് പിന്നിലായിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നത്. എന്തായാലും ക്ഷേത്രം നിശേഷം തകർന്നിരിക്കുന്നു. ഇവിടെ ഇത്തരത്തിലൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുപോലും തോന്നിപ്പിക്കാത്ത വിധമാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ക്ഷേത്രം തകരുന്ന സമയത്ത് ഇവിടുത്തെ ക്ഷേത്രം പൂജാരി മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ ക്ഷേത്രത്തിന്റെ പിന്നിലുള്ള അദ്ദേഹത്തിന്റെ മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നേരത്തെ ഉരുൾപൊട്ടൽ ആരംഭിച്ചപ്പോൾ തന്നെ നാട്ടുകാരിൽ ചിലർ എത്തി അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ താരതമ്യേന സുരക്ഷിതമായ ഒരു ഇടമെന്നാണ് ഇവിടം കരുതിയത്. കാരണം ഇതിന്റെ ചുറ്റുപാട് പ്രദേശങ്ങളിലൊന്നും മലയില്ല, അല്ലെങ്കിൽ വലിയ പാറക്കെട്ടുകളൊന്നും ഇവിടേക്ക് വരാനില്ല എന്നൊക്കെയാണ് അദ്ദേഹം കരുതിയത്. ഒപ്പം രാത്രിയിലെ പൂജ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം വിശ്രമത്തിനായി നീങ്ങിയത്. രാവിലെ വീണ്ടും മഴ ശമിച്ചാൽ, അല്ലെങ്കിൽ മഴ കഴിയുന്ന ഇടവേളയിൽ വീണ്ടും പൂജ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ക്ഷേത്രത്തിൽ തന്നെ കഴിയുകയുമായിരുന്നു. എന്നാൽ അദ്ദേഹം ഉരുൾപൊട്ടലിൽ താഴേക്ക് പതിക്കുകയാണുണ്ടായത്. ദാരുണമായ അന്ത്യമാണ് അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും തമിഴ്നാട് സ്വദേശിയായ അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം കുടുംബത്തിന് വിട്ടു നൽകി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും വളരെ ഒരു വലിയ ആളുകൾ വന്നിരുന്ന ഒരു ക്ഷേത്രമാണ്. വിപുലമായ ഉത്സവങ്ങളടക്കം നടന്നിരുന്ന ഒരു ക്ഷേത്രമാണ്. പ്രധാനമായും ഈ ശബരിമല വിളക്ക് സീസൺ കാലത്തൊക്കെ ഏറെ ഭക്തർ വിരിവെക്കാനായി എത്തിയിരുന്ന ഈ സമീപ പ്രദേശങ്ങളിലെ ഒരു ക്ഷേത്രമായിരുന്നു ഇത്. ഇവിടെയാണ് കൂടുതലായി ഭക്തന്മാർ എത്തിയിരിക്കുകയും ചെയ്തത്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമൊക്കെ നിരവധി സജ്ജീകരണങ്ങൾ അക്കാലത്ത് ചെയ്തു നൽകിയിരുന്നു. ഒരു വശത്ത് പുഴയുണ്ട്. ആ പുഴയിൽ പോയി കുളിച്ച് വിശ്രമിച്ച് വേണമെങ്കിൽ വിരിവെക്കാനുള്ള ഇടവും ഇവിടെ നൽകിയിരുന്നു. എന്തായാലും ആ വിപുലമായ മഹാക്ഷേത്രം ഇപ്പോൾ ഓർമ്മയായി മാറിയിരിക്കുകയാണ്. ഒപ്പം പൂജാരിയും. ചൂരൽമലയിൽ നിന്നും ക്യാമറമാൻ ഷിജു ചാവറയ്ക്കൊപ്പം എം എസ് സനീഷ് കുമാർ, ന്യൂസ് 18.